ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഞങ്ങളൊന്ന് ഞായറാഴ്ച വെറുതെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെ ക്യാമ്പസിന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പൺ സ്റ്റേജിനകത്ത് ഇവൻറ്റ്സ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻ വന്നാൽ നമുക്ക് അവിടെ പോവാം. പക്ഷേ അതിനൊക്കെ നമ്മളവിടെ ഫീസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വെളിയിൽ തന്നെ അവരൊരു ചെറിയൊരു നഴ്സറിയും, അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ചെറിയ നഴ്സറിയും, അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും ഒരു ടീ ഷോപ്പും ഒക്കെ അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല വൈബാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ അവിടെ പോയിരുന്ന് ചിൽ ചെയ്യാൻ നല്ലൊരു വൈബാണ്. അവിടെ കോഫി, മറ്റേ വെജ് ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ ഫാമിലി ടൈം പോലെ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെ കണ്ണിന് നല്ല കുളിർമയേകുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നല്ല ഹൈവേ റോഡിന് അറ്റിക്കെ തന്നെയാണ് ഈ സംഭവം. അപ്പം ഇത് അവിടേക്ക് ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവരവിടെ ഒരു പാലമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പൂളും ഉണ്ട്. അപ്പോൾ ആ പൂളിനകത്ത് സ്വാൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ സ്വാനെ കണ്ടില്ല, അതിൻ്റെ ശബ്ദം കേട്ടായിരുന്നു. അപ്പം കുറച്ച് കഴിക്കാനുള്ള സ്നാക്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഫ്രൈഡ് മോമോസ്, വെജ് ഫ്രൈഡ് മോമോസ്, സ്റ്റീം മോമോസ്, അതുപോലെ തന്നെ പക്കോഡാസ് അവൈലബിൾ ആണ്. സമൂസ അവൈലബിൾ ആണ്. ചൗമീൻ, സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു സിറ്റിംഗ് ഏരിയസൊക്കെ അവരവിടെ അറേഞ്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗെയിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്കവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണത്. എന്നിട്ട് ഒരുപാട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഒരുപാട് അവിടെയുണ്ട്. അത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ കാട്ടിലൊക്കെ കിടന്നിരുന്ന പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ അകത്തായല്ലോ, അതായത് എല്ലാം ഇപ്പോൾ അത് അവർ ഇൻഡോർ പ്ലാന്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ പ്ലാന്റ്സിൻ്റെ ചെടികൾ, അവിടെ ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ട്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട്, റോസ് ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, മാരിഗോൾഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ട്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെറിയ ഹോം ഡെക്കറേറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കൊണ്ട് നമുക്ക് ഹോം ഡെക്കറേറ്റ് സംഭവങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനെൻ്റെ വിലയൊന്നും ചോദിച്ചിട്ടില്ല. ഒരുപാടുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഒരുപാട് കളറിൽ വെറൈറ്റി റോസും അതുപോലെ തന്നെ മാരിഗോൾഡും ഒക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. എല്ലാം കണ്ട് പിന്നെ നമുക്കവിടെ ഈ മാരിഗോൾഡൊക്കെ കുറഞ്ഞ റേറ്റ് ആയിരിക്കും തോന്നുന്നു. റേറ്റൊന്നും ഞാൻ ചോദിച്ചില്ല. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹിബിസ്കസ്, ചെമ്പരത്തി പല കളറിൽ അവൈലബിൾ ആണ്. അതും ചെറിയ തൈ ആയിട്ട് തന്നെ അതിൽ ഫുള്ള് പൂത്തിട്ടുണ്ട്. അതുപോലെ ബുഷുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് പിന്നെ അവിടെ കുറച്ച് ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാരംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്പ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള പാട്ടൊക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ നമ്മളെ ഈ മണി പ്ലാന്റ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. കുഞ്ഞു മണി പ്ലാന്റ്സ് ഒക്കെ അവരവിടെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് അവിടേക്കൊന്ന് ആ പ്ലേ ഏരിയയിലോട്ടൊന്ന് പോയി. പ്ലേ ഏരിയയിൽ പോയിട്ട് എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ എൻ്റെ ഇളയ മോനെ എന്തൊക്കെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അവന് കല്ല് പറക്കാനാണ് ഇഷ്ടമാവും. അവനും ഫുൾ എൻജോയ് ചെയ്തു അവിടെ. ഇതെല്ലാം ഒന്ന് ചുമ്മാതെ കുറച്ച് സമയമാണെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള ബോണ്ടും കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള ബോണ്ടുകളെല്ലാം കുറച്ച് സ്ട്രോങ് ആവാൻ ഇത് സഹായിക്കും. നല്ല രസമായിരുന്നു. നമ്മൾ അവിടെ പോയിരുന്ന് കഴിച്ചിട്ടൊക്കെ വന്ന് അരമണിക്കൂറേ സ്പെൻഡ് ചെയ്തോളൂ. പക്ഷേ അരമണിക്കൂർ നല്ല രസമായിരുന്നു. ചെറിയ തണുപ്പുണ്ട്. ഇവിടെ നല്ല വെതർ ഇപ്പോഴും തണുപ്പാണ്, ചൂടിലോട്ട് മാറിയിട്ടില്ല. അപ്പം നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ, ഇവിടെ ഇത്ര ചൂടായിട്ടില്ല. ഉടനെ ആവും ഇവിടെ അതുപോലെ ചൂടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് എത്ര വേണോ പ്ലേ ചെയ്യാം. അതുപോലെ ക്യാരംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കളിച്ചു. എന്നിട്ടൊക്കെ അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഇത്രയും എന്നെപ്പോലെ എത്ര പേരുണ്ട്, അതായത് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ വെളിയിലൊന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ. കാരണം ശനിയാഴ്ച വരെ ഇവർക്ക് എല്ലാവർക്കും പോകണമല്ലോ. അപ്പം എല്ലാവരും പോയിട്ടപ്പോൾ അന്നൊരു ദിവസം ചുട്ടി കിട്ടുമ്പം വെളിയിലിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഞാനങ്ങനെയാണ്. ചുമ്മാതെങ്കിലും വെറുതെയെങ്കിലും 1 കിലോമീറ്ററെങ്കിലും പോയാൽ മതി, നടന്നാലും മതി. അപ്പം അച്ഛൻ മോന് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെ അമ്പ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വെറുതെ ഒന്ന് ചില്ലായിട്ട് വന്നു.
അങ്ങനെ പിന്നെ നമ്മളവിടെ ഫ്രൈഡ് മോമോസും അതുപോലെ തന്നെ സ്റ്റീം മോമോസും ചൗമീനും അതുപോലെ ഒരു 2 ലെമൺ ടീയും അതുപോലെ ഒരു ചായയാണ് നമ്മളവിടെ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മളെ വിളിക്കും. അപ്പം നമുക്കവിടെ പോയിരുന്നത് കഴിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും അടുത്തോട്ടൊക്കെ പോയി അതിനകത്ത് കൊണ്ടു. അപ്പോൾ അത് എനിക്കൊരു ഹാപ്പിനെസ്സായി. അങ്ങനെ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ക്യാരംസ് ഉണ്ടായിരുന്നു, ക്യാരംസ് കളിച്ചു. വീട്ടിലുണ്ടെങ്കിലും ഇവിടെ പോയി നിന്ന് കളിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു വൈബാണല്ലോ. എല്ലാം കഴിച്ചു. അപ്പം നമ്മളെ ഫുഡ് വന്ന് വിളിച്ചു. നമ്മൾ അങ്ങനെ ഫുഡും കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു, ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാം കഴിച്ചു. എന്നിട്ട് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് പോയി. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. താങ്ക് യു.